ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാരല്ല, സ്വാഭാവികമാണ്, പറഞ്ഞു പോയിക്കോ. യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ പോവുകയാണ്. ഓഗസ്റ്റിലാണെന്നുള്ളതാണ് കേട്ടത്. അപ്പോൾ ഒരു 2 മാസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. 2 മാസം കൂടി ഉള്ളൂ. അതെ. അപ്പോൾ ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പലരും നിങ്ങളുടെ മുന്നിൽ വരും, എന്നിട്ട് പല കള്ളങ്ങളും പറയും. അവരുണ്ട്, ഇവരുണ്ട്, അതാണ് പല ആൾക്കാരും ഉണ്ട് എന്നുള്ള കള്ളത്തരങ്ങൾ. അതെ, സ്ഥിരമായിട്ട് ലിസ്റ്റിൽ വരുന്ന എന്നാൽ ബിഗ് ബോസിന്റെ അടുത്ത് പോലും എത്താത്ത കുറെ ആൾക്കാരുണ്ട്. അതായത് സീസൺ 1 മുതല് പ്രൊഡിക്ഷൻ ലിസ്റ്റില് ഫസ്റ്റിലുണ്ടാകുന്ന പല ആൾക്കാരും ഉണ്ട്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവര് ബിഗ് ബോസിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതാ പറഞ്ഞത്. പക്ഷെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ അടുത്ത തവണ വരുമ്പോഴും അതിലുണ്ടാവും. അത് എന്തുകൊണ്ടാന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു ഐഡിയ ഇല്ല. വൈ ജിഷിൻ ബീനാന്റണി ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു, എനിക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. പക്ഷെ എല്ലാ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും എല്ലാ വർഷത്തിലും ഉള്ള ആളാ. പിന്നെ അനുമോളായിട്ടുണ്ടാവാറുണ്ട്. പിന്നെ അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും സ്ഥിരമായിട്ട്. എന്തായാലും ആ ലിസ്റ്റില് അതായത് ഒരു പകുതിയിൽ നിന്ന് തുടങ്ങിയ ഒരാളുണ്ട്. ഒരു 3 പ്രൊഡിക്ഷൻ ലിസ്റ്റില് തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ഒരാൾ. 5, 6, 7 6ല് ആള് വരുമെന്നുള്ള ഒരു സാധ്യത പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് വന്നായിരുന്നു. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആള് ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എംബ്ലൊക്കെ വെച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ആള് തന്നെ കുറച്ച് പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന് വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും സാധ്യത ഉണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. 7ല് സാധ്യത കുറച്ച് കൂടുതലുണ്ട്. അതെ. ഈ ജാസി വന്നു കഴിഞ്ഞാൽ എന്താവും ബിഗ് ബോസ് ഹൗസ് എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയല്ലോ ജാസി എന്നുള്ളവര്. ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് ആളുടെ പേര് പറയുമ്പോ ഒരു പറച്ചില് പറയണ്ടായിരുന്നു. ഒറ്റയടിക്ക് ജാസി വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോഴേ അതങ്ങ് ആ ഒരു കൊടുത്ത സംഭവത്തിന്റെ ഇതൊക്കെ അങ്ങ് പോയി. അതിന് കാരണമുണ്ട്. അതായത് വീഡിയോയിൽ തുടക്കത്തിൽ ഞാൻ ഒരു വലിയ കാര്യം മറന്നുപോയി, എന്നിട്ടാണ് ഈ ബിൽഡപ്പ് ഒക്കെ കൊടുത്തത്. പിന്നെയാണ് കൊടുത്തത് ഇത് കമ്പനിയിൽ കൊടുക്കൂല, പിന്നെ എന്ത് ബിൽഡപ്പ്. അപ്പൊ സിമ്പിൾ ആയിട്ടൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും ജാസി സിമ്പിൾ ആയിട്ട് പറയേണ്ട ഒരു പേരല്ല കേട്ടോ. അതെ, എന്താണെങ്കിലും ആളുടെ പേര് 7ല് ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. സാധ്യതയും കുറച്ച് കൂടുതലുള്ള ഒരാളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ തന്നെ പറയാം. തീർച്ചയായിട്ടും. പിന്നെ ആളുടെ തൻ്റെ ഇടം, അതാണ് ഇവിടെ ഏറ്റവും ക്യാരക്ടർ ഒരു രക്ഷയില്ല കേട്ടോ. ഏതും എങ്ങനെ ആൾക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനെതിരെ ആള് പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അതിന് ഒരു കൊടുക്കേണ്ട സാധനം നല്ലപോലെ കൊടുക്കുകയും ചെയ്യും. എന്നാൽ ചിലതിനൊക്കെ അത് പാകത്തിനുള്ള രീതിയിലുണ്ടല്ലോ. അതാണ് ആ ഒരു മെന്റാലിറ്റി ഭയങ്കര സൂപ്പറാണ്. ഒരുപാട് പേര് കണ്ടന്റിന് വേണ്ടിയിട്ട്, അതായത് വ്യൂസിന് വേണ്ടിയിട്ട്, അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് എടുത്തിടാറുണ്ട്. ജാസിയുടെ പേരും ആളുടെ വീഡിയോസ് എന്ത് എങ്ങനെ ബാധിക്കും എന്നുള്ളതൊന്നും ചിന്തിക്കാതെ തന്നെ ഭയങ്കര മോശമായ രീതിയിൽ തന്നെ തിന്നാൻ ഇട്ട് കൊടുക്കാറുണ്ട് സത്യം ചിലര്. പക്ഷെ അവരോടൊന്നും ആള് തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ, അതായത് അവരുടെ അതേ നാണയത്തിൽ തിരിച്ച് മറുപടി കൊടുക്കാറില്ല കേട്ടോ. ആളിത് പോസിറ്റീവായിട്ട് എടുക്കാറുള്ളത്. ചിലർക്ക് കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. നല്ല ഓപ്പൺ ആയിട്ട്. അതെ, അത് വേറെ രീതിയിൽ തന്നെ കൊടുക്കേണ്ട പോലെ തന്നെ കൊടുക്കാറുമുണ്ട്. അതേപോലെ അങ്ങനത്തെ ഒരു ഈ ഒരു രീതിയിൽ മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. സ്പോണ്ടേനിയസ് ആയിട്ട് ആ സമയത്ത് തന്നെ വരുമെന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ബിഗ് ബോസ് സീസൺ 7 ആളുണ്ടെങ്കിൽ നമുക്കത് കാണാം. അത് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നതൊക്കെ വീഡിയോസിലും അങ്ങനെ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു ഫുൾ ഡേ ഒക്കെ ആളെങ്ങനെയായിരിക്കും, ആളുടെ പെരുമാറ്റങ്ങളും ആളെ എങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കെതിരെ വരുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കുന്നത് എന്നുള്ളതൊക്കെ ശരിക്കും ബിഗ് ബോസിൽ വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഈ വീഡിയോസ് കാണുന്നത് പോലെ അല്ലല്ലോ. അതെ, എന്തായാലും അതൊക്കെ അറിയാനുള്ള താല്പര്യം ഉണ്ടാവും ജനങ്ങൾക്ക്. പ്രത്യേകിച്ച് മലയാളികൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. വ്യഗ്രത കുറച്ച് കൂടുതലാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കാനുള്ള ഒരു. അതെ, അതുകൊണ്ടാണല്ലോ ബിഗ് ബോസിന് ഇത്രയും ഫാൻസ്. അതായത് ഇവരൊക്കെ എന്താണെന്ന് അറിയണം. നമ്മളും അത് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും കുറ്റം പറയുന്നതല്ല. അതിന് അങ്ങനത്തെ ആൾക്കാർ തന്നെയാണ് മലയാളികൾ. എന്താണെങ്കിലും സീസൺ 7 ജാസി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് എന്തായാലും ആളുടെ കുറച്ച് കണ്ടന്റ് കാണാം. ഏത് രീതിയിലാണ് എന്തൊക്കെ അവതരിപ്പിക്കുന്നുള്ളത് നോക്കാലോ. ഓക്കെ, നോക്കാം. ഞാനൊരു സംഭവം കാണുന്നുണ്ട്. ഇതാരാ, ഉണ്ണിയർച്ചയോ? അതെ, എല്ലാം തോന്നാൻ മാഷിന് ഉണ്ണിയാർച്ചയെ മുമ്പ് കണ്ടുള്ള പരിചയമൊന്നുമില്ലല്ലോ. ഉണ്ണിയാർച്ച എന്നല്ല മാഷേ, ഞാൻ വലിയ മഠത്തിലെ
കോഴി തമ്പുരാട്ടി. അതെ, കോഴി തമ്പുരാട്ടിയാ. കോഴി തമ്പുരാട്ടി താങ്കൾ എന്താ ഇവിടെ? ഇപ്പൊ തമ്പുരാട്ടി അമ്പത്തേക്ക് പോകാനുള്ള സമയം നടക്കുന്നത്. അമ്പലത്തിൽ പോ എന്തായാലും. പക്ഷെ ഇങ്ങനെ ശരിയാട്ടോ, ഇങ്ങനെ വേഷം മാറിയിട്ടുള്ള പല ഗെയിമുകൾ വരാറുണ്ട്, ടാസ്കുകൾ വരും. അപ്പൊ രസമായിരിക്കും. നമുക്കറിയാന്നല്ലേ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങനെ ആണുങ്ങള് സ്ത്രീ വേഷം കെട്ടിയിട്ട് വരുന്നതും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ വേറെ വന്നിട്ടുണ്ട്. ആൺവേഷം കെട്ടുന്നതും എന്താണെങ്കിലും തകർക്കും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ. അതെ, ഇങ്ങനെ ചെയ്ത് ശീലിച്ച ആളും കൂടി ആകുമ്പോൾ ചിലപ്പോൾ നന്നായി വരും. ഓക്കെ, എന്തായാലും വേറൊരു വീഡിയോ ഉണ്ട്. അയ്യോ, അത് പണിയിട്ടു. കോപ്പിറൈറ്റ് കിട്ടും, സോങ്ങിന് കോപ്പിറൈറ്റ് കിട്ടും. മ്യൂട്ടാക്ക്. രസമുണ്ട്. എവിടുന്ന് ഇങ്ങനെ വേഷം കിട്ടുന്നല്ലേ? ഒരു ഐഡിയ ഇല്ല. എക്സ്പ്രഷനെ കൊടുക്കണോ? അയ്യോ, ശരിക്കും ഈ ഒരു മൂഡ് മാത്രല്ലാതെ വേറൊരു മൂഡ് ഉണ്ടാവും ചിലപ്പോ ആൾക്ക്. ടെറർ മൂഡുണ്ട്. ചില ലൈവിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ചില സമയങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന രീതി. എന്തായാലും വന്ന എന്റർടൈനിങ് ആയിരിക്കും തീർച്ചയായിട്ടും. ഓക്കെ, സൗണ്ട് കൂട്ടിയിട്ടില്ല. ഇനി സൗണ്ട് കൂട്ടിത്തരാം. ഹലോ, ഇത് നയൻതാര മാമാണോ? അതെ, നയൻതാരയല്ല, നയൻതാര. നയൻതാരയുടെ ഇൻസ്പയർ കൊള്ളാമോ? സംഭവം അങ്ങോട്ട് പോകുന്നുണ്ടപ്പോഴേ ഏതാ ഒരു കിടിലൻ ആന്റി തെറ്റിദ്ധരിച്ചു അല്ലേ? ഓക്കെ, വീഡിയോ എടുക്കാൻ വേണ്ടി സാരി എടുത്ത് ഇറങ്ങിയപ്പോ നല്ല മഴക്കാറ്. ആ ലൈറ്റ് അങ്ങോട്ട് പോയി, ഭയങ്കര വിഷമായി. അങ്ങോട്ട് മരിച്ചാ മതി എന്ന് വിചാരിച്ച്. പക്ഷേ ഇനിയും ദിവസങ്ങൾ കിടക്കല്ലേ. എന്തിനാ പിണക്കമെന്നോടെന്തിനാ അല്ല പൊന്നെ കൽബ് വേദന, എന്നെ വെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ. ഓരോ ദിവസങ്ങളും രാവിലെ പാട്ടുണ്ടാവില്ലേ? ഇത് ആള് റിക്വസ്റ്റ് ചെയ്യും ബിഗ് ബോസിനോട്, പാട്ട് എന്തെങ്കിലും ഇല്ലെങ്കിൽ, കാസറ്റ് കയ്യിലില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പാടാണ്. പിന്നെ ആരും ഉറങ്ങുകയില്ല. ഇന്ന് ജാസി രാവിലെ പാട്ട് പാടും എന്ന് പറയും. അവിടുന്ന് ഡേ 1 ജാസിയുടെ പാട്ട് ഇന്ന് തുടങ്ങുന്നു. ഏതാ പാട്ട് അറിയാം? എന്താണെങ്കിലും വൈബായിരിക്കും കേട്ടോ അല്ലേ? പക്ഷെ ഇത് മാത്രമായി പോയി കഴിഞ്ഞാൽ മാത്രമാണ് ബോറടി ആവുള്ളൂ. എങ്ങനെയാണ് ഫുൾ ക്യാരക്ടർ എന്ന് ഇതാണ് നമ്മൾ പറഞ്ഞത്. ആരാണെങ്കിലും അതിനകത്ത് വരുന്ന ഇനി വരാൻ പോകുന്ന ഏത് കണ്ടസ്റ്റൻസ് ആണെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാ ഇവരുടെ ഈ ക്യാരക്ടർ എന്താ. നമ്മൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും വീഡിയോയിലോ അങ്ങനെയൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുന്നത്. എന്താണെങ്കിലും ഫുൾ ക്യാരക്ടർ എന്താണെന്ന് അതറിയുമ്പോഴാണല്ലോ പല ആൾക്കാരും ഇഷ്ടപ്പെടുന്നതും പല ആൾക്കാരോട് ദേഷ്യം തോന്നുന്നതും. അങ്ങനെ തന്നെയാണ്. എന്താണെങ്കിലും സീസൺ 7 അതെ അടിപൊളി കണ്ടസ്റ്റൻസ് വരട്ടെ, ഗംഭീരമാവട്ടെ. ഉണ്ടെങ്കിൽ ആളുണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്നൊന്നും അങ്ങനെ പോകൂല. അത് നമ്മൾ കാണുന്നതാണ്. അത് എല്ലാവർക്കും അങ്ങനെ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഹേറ്റ് വരുന്ന അത് ഭയങ്കരമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്രത്യേക ഒറ്റയടിക്ക് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരാളാണ്, അറ്റാക്ക് ചെയ്യപ്പെടുന്ന ആളാണ് ജാസി. അപ്പോൾ ആളതിനെ ചെറുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം അവിടെയും ഈ ഒരു പ്രതിരോധം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. പ്രതിരോധം അറ്റാക്ക് ഉണ്ടാവും. അത് സത്യം കേട്ടോ, അറ്റാക്ക് ഉണ്ടാവും. എന്താണെങ്കിലും അടിപൊളിയാവട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ബൈ ബൈ.